അച്ചടിയെ സംബന്ധിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പ്രക്രിയ ഇന്ത്യയിൽ ഉടലെടുത്തു വരുന്നത് കാണുന്നത്. സ്വാഭാവികമായും പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് ശേഷമാണ് അവരുടെ ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ അച്ചടിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ ഒരു സാംസ്കാരിക പ്രതിനിധാനം നമ്മൾ കേരളത്തിന്റെയും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെയൊക്കെ സാഹചര്യത്തിൽ കാണുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൊല്ലത്ത് അവരുടെ ഒരു പ്രധാന സങ്കേതമായിരുന്നു പോർച്ചുഗീസുകാരുടെ. അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ പാരമ്പര്യമെല്ലാം തുടങ്ങുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അതായത് കത്തോലിക്ക സഭയുടെ പ്രചരണത്തിനും അവരുടെ മതപ്രചരണ ആവശ്യങ്ങൾക്കുമായിട്ടാണ് സ്വാഭാവികമായിട്ടും ചില അച്ചടിയുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ പ്രിന്റ് ചെയ്ത ചില മെറ്റീരിയലുകളൊക്കെ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ അത് കൊല്ലത്തെ ഒരു പ്രസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ചരിത്രരേഖകൾ കാണുന്നത്. അതായത് 16-ാം നൂറ്റാണ്ടിൽ തന്നെ കൊല്ലത്തെ ഒരു പ്രസിൽ നിന്ന് തമ്പുരാൻ മണക്കു എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമ്മൾ അടിക്കുന്നതായിട്ട് കാണുന്നു. അത് സ്വാഭാവികമായിട്ടും മലയാള ഭാഷയിലല്ല, തമിഴിൽ തന്നെയാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് ഈ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു തമിഴ് സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു അവിടെ. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ സഭയുമായി ബന്ധപ്പെട്ട ചില പ്രാർത്ഥനകളും മറ്റു പല ആലോചനകളും ഒക്കെയാണ് ആ തമ്പുരാൻ മണക്കോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇതിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റം, നമുക്ക് സ്വാഭാവികമായിട്ടും എഴുതപ്പെട്ട രേഖകളുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും പോർച്ചുഗീസുകാരുടെ കാലത്ത് അവർ കൊച്ചിയിലും അതുപോലെ അവരുടെ പല സെന്ററുകളിലുമൊക്കെ അവർ പ്രസ് ആരംഭിച്ചതായിട്ടാണ് നമ്മൾ പല ആളുകളും പറഞ്ഞ് അറിയുന്നത്. പല സാഹിത്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പോഞ്ഞിക്കര റാഫിയുടെയൊക്കെ ഓരോ പ്രോന്യൂസ് പോലുള്ള വർക്കുകളൊക്കെ പരിശോധിച്ചാൽ അതിന്റെ അകത്ത് പ്രസിനെ കുറിച്ചും പ്രിന്റിങ്ങിനെ കുറിച്ചും ഒക്കെ പോർച്ചുഗീസുകാരുടെ കാലത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. എന്തായാലും ഡച്ചുകാരുടെ ഒരു അധിനിവേശത്തോടു കൂടിയുണ്ട് 1660-കളിലാണ് കൊച്ചിയൊക്കെ ഡച്ചുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നൊരു പറച്ചിലാണ് നമ്മൾ കൂടുതലായും കാണുന്നത്. അങ്ങനെ ആ ഒരു പശ്ചാത്തലം ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ സ്ഥാപിച്ച പ്രസ്സുകളും അതുപോലെ മറ്റു പല പുസ്തകങ്ങളും റിപ്പോർട്ടുകളും എല്ലാം കത്തിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും കൊല്ലത്തും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഇവരുടെ എല്ലാവിധ സെന്ററുകളിലും സംഭവിച്ചു ഡച്ചുകാരുടെ ഒരു ആക്രമണത്തോടു കൂടി പോർച്ചുഗീസുകാരുടെ നിർമ്മിക്കപ്പെട്ട മലയാളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ തെളിവുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു പരിമിതിയായി നമ്മൾ കാണുന്നത്. എന്തായാലും അതിനുശേഷം വരുന്ന ഡച്ചുകാരുടെ സമയത്ത് അവരുടെ പല ഗവർണർ ജനറൽമാരും ഒക്കെ അച്ചടിയുമായി ബന്ധപ്പെട്ട ചില പ്രക്രിയകളിലേക്ക് ഇടപെടുന്നത് വീണ്ടും കാണുന്നുണ്ട്. നമുക്ക് ഏവർക്കും പരിചയമായിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ് പോലുള്ള വർക്കുകൾ, അത് മലബാർ പ്രദേശത്തെ ഈ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് സ്വാഭാവികമായിട്ടും ആ ടെക്സ്റ്റിനകത്ത് നടത്തുന്നത്. അത് ഒരു അന്നത്തെ ഒരു ചികിത്സാ രീതിയും ആയുർവേദം എന്നുള്ള രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എങ്കിലും അന്നത്തെ ഒരു നാട്ടുവൈദ്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളെ എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ സഹായിക്കുന്നത്, മരുന്നുകൾ എന്നതെല്ലാമായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റാണ് ഹോർത്തൂസ് മലബാർ. 12ഓളം വോളിയങ്ങളായിട്ടാണ് അത് സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. വാൻ റീഡ് എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു ഗവർണറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ് അതിന്റെ നേതൃത്വം നൽകിയത്. പിന്നെ അതിൽ ശ്രദ്ധേയമായ ഒരു പങ്ക് വഹിച്ചത് ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അതിലെ പല ചിത്രങ്ങൾ അതിനകത്ത് അതേസമയം ഒരു മലയാളത്തിന്റെ ഒരു പ്രസൻസ്, മലയാള അക്ഷരങ്ങളുടെ ആദ്യകാല പ്രസൻസ് എന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഡയറക്റ്റ് പ്രിന്റ് ചെയ്തതായിട്ടല്ല നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് ഗവേഷണമൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നത് അത് ചിത്രങ്ങളുടെ രൂപത്തിൽ, നമ്മുടെ മലയാള ലിപികൾ ചിത്രങ്ങളുടെ രൂപത്തിൽ വരച്ച് അതിൽ ചേർക്കുകയും അങ്ങനെ ചിത്രങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ അതിൽ പ്രിന്റ് ചെയ്യപ്പെട്ടത് എന്നാണ് അതിൽ പറയുന്നത്. എന്തായാലും അത് ഒരു പ്രധാന ടെക്സ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് പിൽക്കാലത്ത് സാമൂഹ്യ ശാസ്ത്രവും കേരള ചരിത്രവും എല്ലാം പഠിക്കുന്ന ആളുകൾ അതിനെ പരിഗണിക്കും. അതിനെ സംബന്ധിച്ച് സമീപ കാലങ്ങളിൽ നിരവധി പഠനങ്ങളൊക്കെ ഉണ്ട്. അതിലെ ചിത്രങ്ങളെ കുറിച്ചും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സസ്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അന്വേഷണങ്ങൾ വ്യാപകമായ രീതിയിൽ തന്നെ നടക്കുന്നു. എന്തായാലും പോർച്ചുഗീസുകാരൻ ഡച്ചുകാരനെ സമയത്ത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരു പുസ്തകം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെടുന്ന ഒരു ടെക്സ്റ്റുകൾ നമ്മൾ കാണുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ സുവിശേഷ പ്രവർത്തനവുമായി എത്തുന്ന മിഷണറി പ്രവർത്തകരാണ്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അച്ചടിക്കാൻ തുടങ്ങുന്ന പ്രസ് അല്ലെങ്കിൽ പ്രിന്റ് കൾച്ചർ അല്ലെങ്കിൽ ബുക്ക് കൾച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് പ്രധാനമായും കേരളത്തിൽ 3 പ്രദേശങ്ങൾ കേന്ദ്രമാക്കി തന്നെയാണ് അത് വളരെ സജീവമാകുന്നത്. തെക്കൻ കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു മിഷൻ സംഘം വരുന്നു. 1806 അവർ തുടങ്ങുന്നത്. അതിനുശേഷം തിരുവിതാംകൂറിന്റെ പകുതി ഭാഗത്തും കൊച്ചി രാജ്യത്തുമായിട്ട് പ്രവർത്തിക്കുന്ന ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു മിഷൻ സംഘം 1816 വരുന്നു.
പിന്നീട് ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് വരുന്ന പ്രദേശത്ത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ സംഘമാണ് 1939 മുതൽ അവർ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പൊ ഇവര് 3 പേരെ കൂടാതെ മറ്റു പല മിഷൻ സംഘങ്ങളൊക്കെ കേരളത്തിൽ വന്നെങ്കിലും ഏറ്റവും കൂടുതലായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതും സാമൂഹിക വിഷയങ്ങളിൽ ഏർപ്പെട്ടതും പുസ്തകങ്ങളുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിച്ചതുമൊക്കെ ഈ ഒരു 3 മിഷൻ സംഘങ്ങളായിരുന്നു. അപ്പൊ ഇവരെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പിൽക്കാലത്തെ പഠനങ്ങളും അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പോലും പഠിക്കപ്പെടുന്നതിൽ ഒരു പ്രധാന നിമിഷമായി മാറുന്നത് ഈ ഒരു മിഷൻ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെ. അപ്പൊ അവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ മത പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മലയാളത്തിനെ അവര് ഒരു പ്രിന്റ് രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു എഴുത്ത് രീതിയിൽ നിന്ന് വ്യത്യാസമായ ഒരു മലയാള ഭാഷയും വടിയൊത്ത ഒരു മലയാളം എന്ന രീതിയിലേക്കുള്ള ആലോചനകളും ഒക്കെ വരുന്നതൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇതിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തെ ഇത് കേവലമായ ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വായിക്കപ്പെടേണ്ട ഒരു ഹിസ്റ്ററി അല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ കാണേണ്ട ഒരു സംഭവങ്ങളല്ല. ഇതൊരു ഗ്ലോബൽ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. കാര്യം കൊളോണിയലിസത്തെ കുറിച്ച് നമ്മൾ ലോകത്ത് എവിടെയെല്ലാം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊളോണിയലിസം എവിടെയെല്ലാം നിലനിന്നിരുന്നു, ആ നാടുകളിലെല്ലാം ഈ ഒരു സമീപനമായിരുന്നു മിഷണറി സംഘങ്ങൾ എടുത്തിരുന്നത്. ആഫ്രിക്കയുടെ ആണെങ്കിലും ഏഷ്യയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ഏത് പ്രദേശത്തിന്റെ ആണെങ്കിലും ഒരു കൊളോണിയലിസത്തിന്റെ ചരിത്രം പറയാനുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു മിഷണറി പ്രവർത്തനത്തിന്റെയും അവിടുത്തെ ഭാഷയെ പരിഷ്കരിക്കുന്നതിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയ്ക്ക് ഒരു അച്ചടി രൂപം കൊടുക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് തിരുവിതാംകൂറിന്റെ ഒരു കോൺടാക്സിൽ 1921 ഒരു അച്ചടി ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നാഗർകോവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ രണ്ടാമത് എത്തിച്ചേരുന്ന ചാൾസ് മീഡ് എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം പിന്നീട് മിഷൻ സംഘത്തിൽ നിന്നൊക്കെ മാറുകയാണ്. അദ്ദേഹമാണ് ഒരു പിൽക്കാലത്ത് ഒരു പുലയ ചാരിറ്റി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ തുടങ്ങിയത്. അങ്ങനെ സർക്കാരിനൊരു മേഖല ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് അദ്ദേഹം മാറുന്നെങ്കിൽ എന്തായാലും 1921 അദ്ദേഹം ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു ഉണ്ടായ ഒരു ഗുണം, അത് തമിഴ് സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്. തിരുവിതാംകൂറിന്റെ ഒരു പകുതി ഭാഗം തമിഴാണ്. എങ്കിലും അവരെ മലയാളത്തിലേക്കുള്ള ഒരു പരിഭാഷയേക്കാൾ ഉപരിയായി തമിഴില് കുറേം കൂടെ മുൻപേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈബിളിന്റെ പരിഭാഷയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, കാര്യം ബൈബിൾ എന്നുള്ളൊരു പുസ്തകത്തെ പറയുന്നതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊളോണിയലിസമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുകയും ഒരു പുതിയൊരു വേൾഡ് വ്യൂ സമൂഹത്തിൽ നിർമ്മിക്കുകയും ചെയ്ത ഒരു പ്രധാന ടെക്സ്റ്റ് എന്ന നിലയിലാണ് അതിനെ സാമൂഹ്യശാസ്ത്രം പരിഗണിക്കുന്നത്. എന്തായാലും 1700-കളുടെ മധ്യത്തോടു കൂടി തന്നെ തമിഴ് ഭാഷയിൽ ട്രാൻസ്ലേഷൻ സാധ്യമാകുന്നുണ്ട് തമിഴിന്റെ. ഏതാണ്ട് ഏഷ്യയിലേക്ക് തന്നെ ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ തമിഴിലാണ് നടന്നത് എന്നൊക്കെയാണ് ചില ആളുകൾ വാദിക്കുന്നത്. എന്തായാലും അവർക്ക് തമിഴിന്റെ ഒരു പശ്ചാത്തലത്തിൽ തിരുവിതാംകൂറിന്റെ ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ അപ്പുറത്തേക്ക് വരുന്ന പ്രദേശത്ത് തമിഴ് വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ 21 ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയും തമിഴ് ടെക്സ്റ്റുകൾ തന്നെ വീണ്ടും അടിക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് പരിഭാഷയുടെ കാര്യത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മൾ കാണുന്നില്ല. കുറെ കൂടി ഈസി ആയിട്ടാണ്. കാര്യം ഒരു നൂറ്റാണ്ടായിട്ട് അവർക്ക് ഓൾറെഡി ബൈബിളും പ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനൊക്കെ ഉള്ള സാഹചര്യത്തിൽ നാഗർകോവിൽ കേന്ദ്രമാക്കി ആരംഭിച്ച ലണ്ടൻ മിഷൻ സൊസൈറ്റിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. തിരുവിതാംകൂറിന്റെയൊക്കെ ഹിസ്റ്ററി എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം സ്റ്റേറ്റ് മാനുവലുകളൊക്കെ പോലുള്ള ആദ്യകാല ശ്രമങ്ങൾ, നാഗമയ്യൊക്കെ നടത്തുന്ന ശ്രമങ്ങളിലൊക്കെ നാഗമയ്യൊക്കെ ആദ്യം പറയുന്നത് പോലും ഈ ചാൾസ് മീഡിന്റെ ഒരു പ്രസ് എന്ന നിലയിലേക്കാണ് അദ്ദേഹമൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും മധ്യ കേരളത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിന്ന് കുറെ ഭാഗം കേരളവും തമിഴ്നാടുമായി മാറ്റപ്പെടുന്നു. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കേരളം എന്ന് ഇന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ഒരു പ്രിന്റിംഗ് ഹിസ്റ്ററി, ഒരു മോഡേൺ പീരീഡിൽ അല്ലെങ്കിൽ മലയാള ഭാഷ അച്ചടിക്കുന്നതിന്റെ ഒരു ഹിസ്റ്ററി സ്വാഭാവികമായിട്ടും തുടങ്ങുന്നത് കോട്ടയത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു മിഷണറിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം 1917 തിരുവിതാംകൂറിലേക്ക് എത്തിച്ചേരുന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഒരു പ്രധാന ദൗത്യം മറ്റ് മിഷൻ സംഘങ്ങളിൽ നിന്നും തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു മിഷനുമായിട്ടാണ് അവർ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്, മലബാറിലേക്ക് എത്തുന്നത്. കാരണം ഈ ലോകമെമ്പാടും പ്രവർത്തിക്കാൻ പോയിക്കൊണ്ടിരുന്ന മിഷൻ സംഘങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ക്രിസ്തീയ വിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നെങ്കിലും ചർച്ച് മിഷൻ സൊസൈറ്റിയെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന ദൗത്യം കേരളത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ അവരുടെ പാരമ്പര്യത്തിലേക്കുള്ള ആംഗ്ലിക്കൻ വിശ്വാസികളാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ വരുന്നത്. അതായത് എല്ലാവരെയും സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കാൻ പാടില്ല എന്നുള്ളൊരു കർശന നിയമമൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ബെയ്ലിയെ സംബന്ധിച്ച് ബെയ്ലി വ്യാപകമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങളും
ആളുകളെ മതപരിവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അങ്ങനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ബെയ്ലി ആകെ ഒരു ക്രൈസ്തവ ചർച്ച് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന CSI കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ആ ചർച്ചാണ് അദ്ദേഹം ആകെ നിർമ്മിക്കുന്നതായിട്ട് കാണുന്നത്. അല്ലാതെ മറ്റു മിഷണറിമാരെ പോലെ വ്യാപകമായ രീതിയിൽ സഭകളും പള്ളിക്കൂടങ്ങളും ഒന്നും പണിയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തായാലും ബെയ്ലിയുടെ ഒരു പ്രധാന ദൗത്യം ബൈബിൾ പരിഭാഷപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം വ്യാപകമായ ശ്രമങ്ങൾ നടത്തുകയും എൻസൈക്ലോപീഡിയ പോലുള്ള ടെക്സ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രിന്റിംഗ് പ്രസ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ സമയത്തുണ്ടായിരുന്ന ആശാരി വിഭാഗത്തിൽപ്പെട്ടവരെയും കൊല്ലന്മാരെയും അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നിരുന്ന എല്ലാവിധ ആളുകളെ വിളിക്കുകയും അങ്ങനെ ചില ശ്രമങ്ങൾ നടത്തുകയും ചില പ്രസ്സുകൾ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റു പല സുഹൃത്തുക്കൾ വഴിയുമൊക്കെ അദ്ദേഹത്തിന് അയച്ച് ലഭിക്കുന്നു. പക്ഷെ അതെല്ലാം ഫ്ലോപ്പായി പോവുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച പ്രസ്സിൽ നമ്മുടെ ഭാഷ അച്ചടിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. മലയാള ഭാഷ അച്ചടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരികയാണ്. പിന്നീട് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ കർശനമായ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഒരു പ്രസ് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും അങ്ങനെ അത് വളരെ സക്സസ് ആയി വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ആദ്യമായി ലഭിച്ച ഒരു പുസ്തകം എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കുന്ന 1921 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. 1921 24 അത് അച്ചടിക്കുന്നത്. ഏതാണ്ട് 6 മാസത്തോളം തന്നെ അതിനുവേണ്ടി പണിയെടുത്തു എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്ന ആ ഭാഗത്തെ അതിന്റെ ഒന്നാമത്തെ പുസ്തകമായിട്ടുള്ള മത്തായിയുടെ സുവിശേഷം അദ്ദേഹം പരിഭാഷപ്പെടുത്തുകയും അത് മലയാളത്തിൽ അച്ചടിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ബെയ്ലിയുടെ ഒരു മലയാളം നമ്മുടെ നാട്ടിലാണ് അടിച്ചത്, അല്ലെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണം, ഒരു പ്രിന്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് കോട്ടയത്ത് നിന്നാണെങ്കിൽ അതിന് തൊട്ട് മുൻപ് വരുന്ന വർഷങ്ങൾ 1911 ബുക്കാനന്റെ നേതൃത്വത്തിൽ ബോംബെയിൽ നിന്ന് ബൈബിളിന്റെ ചില ഭാഗങ്ങൾ മലയാളത്തിൽ അച്ചടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതും വ്യാപകമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല, എങ്കിലും അത് അവൈലബിൾ ആണ്. കേരളത്തിനെ സംബന്ധിച്ച് ഒരു മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടത് ആദ്യമായി ബോംബെയിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അതിനുശേഷമാണ് മധ്യ കേരളത്തിൽ കോട്ടയത്ത് ബെയ്ലി ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്തായാലും പിന്നീട് അദ്ദേഹത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രിന്റിംഗ് ഹിസ്റ്ററിയെ നമ്മൾ കാര്യമായ രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നത്. പല വ്യത്യസ്ത രീതിയിലുള്ള പരിഭാഷപ്പെടുത്തുന്നതിന് വ്യത്യസ്ത ടീമുകളെ അദ്ദേഹം ഏർപ്പെടുത്തുന്നു. കുറേയധികം ആളുകൾ, അന്നത്തെ ആ കാലത്ത് ഏറ്റവും വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകൾ, എഴുത്തും വായനയും സംസ്കൃതവും തമിഴും ഇംഗ്ലീഷും ഒക്കെ പരിചിതമായിട്ടുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ചില ആളുകൾക്ക് ക്രിസ്തീയ വിശ്വാസത്തോടും ഒക്കെ കൗതുകം തോന്നുകയും അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ച ചില കേസുകളും ഒക്കെ മിഷണറിമാരുടെ റിപ്പോർട്ടുകൾക്കകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഇവര് ചില ശ്രമങ്ങൾ, കഥകളും അതുപോലെ മറ്റു പല പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ അച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കോട്ടയത്ത് നിന്ന് നടക്കുകയും അങ്ങനെ അത് വ്യാപകമായ രീതിയിൽ കാര്യമായ രീതിയിൽ തന്നെ അത് മുൻപോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ എന്നാൽ മലബാറിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും മലബാറിൽ ആദ്യം സൂചിപ്പിച്ച പോലെ ബാസൽ മിഷൻ സംഘമാണ് അവിടെ പുസ്തകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രവർത്തനങ്ങൾ 19ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്നത്. മലബാറിൽ ഏതാണ്ട് ഒരു 1600-1700 മുതൽ തന്നെ പല രാജ്യങ്ങളുടെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നു. പല കച്ചവട കമ്പനികളെ നമ്മളവിടെ കാണുന്നത്. ഫ്രഞ്ചുകാരുടെ പ്രദേശങ്ങളും അതുപോലെ ഇംഗ്ലീഷുകാരുടെ തലശ്ശേരി പോലുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ ഒരു കീഴിലാണ് വന്നുകൊണ്ടിരുന്നത്. അവരുടെ അതുമായി ബന്ധപ്പെട്ട തലശ്ശേരി രേഖകളൊക്കെ പ്രത്യേകിച്ച് സക്കറിയ സാറിനെ പോലുള്ള വ്യക്തികളൊക്കെ അത് മലയാളികളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറെ ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊരു പുസ്തകം എന്ന നിലയിൽ ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഒരു ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാസൽ മിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് തുടങ്ങുന്നത്. അത് എല്ലാവരെയും പോലെ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ അച്ചടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അപ്പൊ എങ്ങനെ തദ്ദേശീയ ജനതയെ വളരെ പെട്ടെന്ന് പിടിക്കാം എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാരണത്താലാണ് തദ്ദേശീയ ഭാഷയിൽ അവർ പല വിവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു ഭാഷകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മിഷണറി പ്രവർത്തകരുടെ ഒരു പ്രധാന പങ്ക് നമ്മൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നു. അവർ ഭാഷകൾ നിർമ്മിച്ചു എന്ന അർത്ഥം ഒരിക്കലും വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ലിപി നിർമ്മിച്ചത് ഇവരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇതിനെ ഒരു ജാതിയുടെ ഒരു സാഹചര്യത്തിൽ ഒരു അടഞ്ഞ സൊസൈറ്റി ആയിരുന്ന ഇന്ത്യൻ സമൂഹത്തിനെ ഒരു തുറന്ന സൊസൈറ്റിയാക്കി മാറ്റുന്നത്, ഭാഷകളുടെയും അല്ലെങ്കിൽ അച്ചടിക്കപ്പെടുകയും വാക്കുകളുടെയും ഒരു പുതിയൊരു ലോകം തുറക്കുന്നത് ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് അതിനൊരു സാമൂഹ്യ ശാസ്ത്രം അതിന് നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട്. അപ്പൊ മലബാറിൽ ഗുണ്ടത്തിനെയാണ് നമ്മൾ
പ്രധാനമായും കാണുന്നത്. ഗുണ്ടർട്ടിന്റെ ഒരു പ്രവർത്തനങ്ങൾ കുറെ കൂടെ വ്യത്യാസമായിരുന്നു. ബെയ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേഷനൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ളൊരു ആലോചനകളൊക്കെ പിൽക്കാലത്ത് വരുന്ന പല ആളുകളും ഭാഷാ പണ്ഡിതന്മാരൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഗുണ്ടർട്ടിന് അങ്ങനെ അല്ലായിരുന്നു. ഗുണ്ടർട്ട് പല ആളുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ഭാഷകൾ വളരെ കാര്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ബെയ്ലിയുടെ ഒരു പരിഭാഷയിൽ എഴുതപ്പെട്ട, കോട്ടയം ഭാഷയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ഒരു തെക്കൻ ഭാഷയിൽ എഴുതപ്പെട്ട മലയാളമല്ല മലബാറിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ആലോചനയൊക്കെ ഗുണ്ടർട്ട് ഒരു പരിഭാഷയുടെ കാരണമായി മാറുന്നു. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തമിഴ് ഭാഷയിലെ ബൈബിൾ ഉപയോഗിക്കുന്ന പറഞ്ഞുകൊണ്ട് തന്നെ മലയാളത്തിൽ ഏതാണ്ട് 1929-30 ആകുന്ന സമയത്ത് തന്നെ, അതായത് ഗുണ്ടർട്ടൊക്കെ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ബൈബിളിന്റെ പല പരിഭാഷകൾ ഓൾറെഡി ബെയ്ലി പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബെയ്ലിയുടെ ഡിക്ഷണറികൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മലയാളവും മലയാളം ഇംഗ്ലീഷുമുള്ള ഡിക്ഷണറി ഉള്ള രീതിയിൽ റിവേഴ്സ് ഡിക്ഷണറി രണ്ടും അദ്ദേഹം ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റുകളൊന്നും തന്നെ ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും അതിന്റെ കുറേയധികം കോപ്പികൾ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കല്ല അവർ മാറുന്നത്. സ്വാഭാവികമായിട്ടും രണ്ട് കാരണങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഒന്ന്, അവരുടെ മിഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇവരെല്ലാം യൂറോപ്പിൽ നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്കിടയിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ലണ്ടൻ മിഷൻ ആണെങ്കിലും ചർച്ച് മിഷൻ ആണെങ്കിലും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിലും ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളുടെ ഒരു കാരണം, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ എന്നുള്ളൊരു ഒരു കാരണം ഇതിന് പിന്നിലുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണമായി ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബെയ്ലിയുടെ മലയാളത്തിലേക്കുള്ള പരിഭാഷയുടെ അതൊരു ഭംഗി കുറഞ്ഞ ഭാഷയാണെന്നും അത്രത്തോളം നല്ലതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പരിഭാഷ എന്നുള്ള ഒരു ആലോചനയുടെ മധ്യത്തിലാണ് ഗുണ്ടർട്ട് മറ്റൊരു ഭാഷ, പ്രത്യേകിച്ച് മലബാറിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നും അതിനൊരു വ്യത്യാസമുണ്ട് എന്നുള്ളൊരു കാരണത്താലാണ് അദ്ദേഹത്തിന്റെ ചില സംഭാവനകൾ ആ മേഖലയിൽ നൽകുന്നത്. അതോടൊപ്പം വേറൊരു ആലോചന പറയുന്നത് ബെയ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു 4-5 അല്ലെങ്കിൽ ഒരു 8-10 പണ്ഡിതന്മാരുടെ നടുവിൽ മാത്രം ജീവിച്ചുകൊണ്ടാണ് മലയാളത്തെ പരിചയപ്പെട്ടതെന്നുള്ളൊരു ആരോപണം ബെയ്ലിക്കെതിരായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഗുണ്ടർട്ട് അങ്ങനെയല്ലെന്നും, ഗുണ്ടർട്ട് മലബാറിലെ ഓരോ പ്രദേശങ്ങളിലും ഒത്തിരി ഗ്രാമങ്ങളിലും തോട്ടങ്ങളിലും അഞ്ചരക്കണ്ടി പോലുള്ള തോട്ടങ്ങളിലുമൊക്കെ അദ്ദേഹം സഞ്ചരിച്ചെന്നും അങ്ങനെ ഒരുപാട് മലബാറികളായിട്ടുള്ള നിരവധി ആളുകളുമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്നും, അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ ഒരു അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളൊരു കാരണമൊക്കെ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കും. എന്തായാലും അദ്ദേഹം ഭാഷയുമായി ബന്ധപ്പെട്ട മലബാർ മേഖലയിലെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടതിൽ പ്രധാന സംഭാവന നൽകുന്ന വ്യക്തി ഗുണ്ടർട്ടാണ്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ ഒരു കല്ലച്ച് തുടങ്ങുന്ന ഒരു ലിത്തോഗ്രഫി പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ഈസി ആയിട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ലിത്തോഗ്രഫിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. വളരെ പെട്ടെന്ന് അച്ചടിക്കാൻ സാധിക്കുന്ന ഒരു പ്രസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്കാണ് അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ബാസൽ മിഷന്റെ സഹായമൊക്കെ കൊണ്ട് മംഗലാപുരത്തൊക്കെയാണ് ചില കാര്യങ്ങൾ അടിക്കുന്നത്. ചിലത് നമ്മുടെ തലശ്ശേരിയിലായിരിക്കും അവർ പ്രിന്റ് ചെയ്തുകൊണ്ട്. അവർ കൂടുതലും ട്രാക്റ്റുകളും അല്ലെങ്കിൽ ലഘുലേഖകൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ടുപുസ്തകങ്ങൾ അച്ചടിക്കുന്നത് കാണുന്നുണ്ട്. ബൈബിളിന്റെ പരിഭാഷയൊക്കെ പിന്നീടൊക്കെയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും നടത്തി വരുന്നത്. അപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവര് ഈ 3 മിഷൻ സംഘങ്ങളും ഒരേപോലെ ബൈബിളിന്റെ പരിഭാഷകളും ട്രാക്റ്റുകളും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നീളെ വിതരണം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപാട് പ്രദേശങ്ങളിൽ അത് വിതരണം ചെയ്യുന്നു. ചില പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചു വെക്കുന്നതൊക്കെ പോലും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പുതിയൊരു കൾച്ചർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പുസ്തകം, എഴുത്ത്, വായന, അക്ഷരങ്ങൾ. അതായത് അതുവരെ ഈ എഴുത്തധികാരത്തിന് പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ എഴുതുന്നതിനെ കുറിച്ചും വായിക്കുന്നതിനെ കുറിച്ചും സ്കൂളിൽ ഒരു പുസ്തകം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം പോലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു പഠനം നമ്മളെ സംബന്ധിച്ച് അത് കുട്ടികളുടെ ഏറ്റവും വലിയൊരു ആവശ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നൂറ്റാണ്ടുകളായിട്ട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് പരിഹരിക്കപ്പെടുന്നതൊക്കെ ഈ ഒരു മിഷണറിമാരുടെ വിദ്യാഭ്യാസ പദ്ധതികളും അവരുടെ പുസ്തകങ്ങളും അച്ചടിക്കപ്പെട്ട ടെക്സ്റ്റുകളും വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പല രസകരമായിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഈ തിരുവിതാംകൂറിൽ. കാര്യം, അച്ചടിക്കപ്പെട്ട വസ്തുക്കളെ ഞങ്ങൾ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് ചില വാദങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ജോൺ ആപ്സ് എന്ന് പറഞ്ഞൊരു ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം 22 years in ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇവർ വ്യാപകമായി പള്ളിക്കൂടങ്ങൾ
സ്ഥാപിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ തന്നെയാണ് അവർ അവിടെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവര് മുൻപോട്ട് വെച്ചൊരു പ്രധാന ആവശ്യം, അതായത് മിഷണറിമാര് ഇങ്ങനെ പള്ളിക്കൂടങ്ങൾ തുടങ്ങിയെന്ന് നിങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് വിടണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാന, പ്രത്യേകിച്ച് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞൊരു പ്രധാന ഒരു നിബന്ധന ഇതായിരുന്നു: ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കാം, പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും അച്ചടിച്ച ഒരു പുസ്തകത്തിലോ പേപ്പറിലോ പോലും ഞങ്ങളുടെ കുട്ടികളെ തൊടിയിക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവര് മുൻപോട്ട് വെക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം മറ്റൊന്നുമല്ല, അയിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. ആളുകൾക്ക് ഇത് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരവധി രോഗങ്ങളെ കുറിച്ചും രോഗവിവരങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ട്രാക്റ്റുകൾ, ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ ആളുകൾക്ക് ഭയമായിട്ട്, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാതിരിക്കുക. ചില ആളുകളുടെ ഒരു വിശ്വാസം, ഈ മരുന്ന് കഴിക്കാതെ ഈ ലഘുലേഖകൾ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞ് ഈ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങൾ മാറും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം വരുന്നു. അങ്ങനെ ആളുകൾ പേപ്പറുകൾ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുന്നതായിട്ടൊക്കെ നമ്മളിങ്ങനെ വ്യാപകമായി കാണുന്നു. പിന്നീട് ഇതേ സമയത്ത് തന്നെ 1950-കൾക്ക് ശേഷം തന്നെയാണ് നമുക്ക് ഒരു നോവൽ എന്നുള്ളൊരു സങ്കല്പം പ്രധാനമായിട്ടും ഉയർന്നു വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതിന് തൊട്ട് മുൻപ് ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രധാന സംഭവം ഈ ഒരു മിഷൻ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒന്ന്, ഈ രാജ്യസമാചാരം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം അവർ ആരംഭിക്കുകയാണ്. 1947-ലാണ് ഗുണ്ടർട്ടന്റെ നേതൃത്വത്തിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പിന്നീട് കുറെ വർഷങ്ങൾ അത് തുടരുകയുണ്ടായി. അപ്പൊ അതില് അവരുദ്ദേശിക്കുന്നത് തദ്ദേശീയതായിട്ട് ഉള്ള ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യരെ പ്രബുദ്ധരാക്കി മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ സയൻസിനെ സംബന്ധിച്ച് ആ കാലത്ത് നടക്കുന്ന അന്വേഷണങ്ങളെ, പഠനങ്ങളെ, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, രോഗങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നൽകുക, ബൈബിളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുക. ബൈബിളിനെ സംബന്ധിച്ചുള്ള വളരെ കുറവാണ് നമ്മൾ അതിന്റെ പഴയ ലക്കങ്ങൾ, മുൻകാല ലക്കങ്ങളൊക്കെ പരിശോധിച്ചാൽ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവും, അതേസമയം സാമൂഹിക വിഷയങ്ങളെ, വാർത്തകളെ, ഗ്ലോബൽ വാർത്തകളും തദ്ദേശീയ വാർത്തകളും ഒക്കെ മറ്റൊരു ചില കോളങ്ങളിൽ കൊടുക്കുന്നു. അതുപോലെ സർക്കാരിന് അത് ചില പുതിയ പുതിയ ഓർഡറുകൾ ഈ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അതിലൂടെ പ്രസിദ്ധീകരിക്കുന്നതൊക്കെ കാണുന്നു. അങ്ങനെ രാജ്യസമാചാരം വളരെ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അതിന് തൊട്ടടുത്ത വർഷമാണ് 1948-ലാണ് ജോൺ ഹോക്സ്വർത്ത് എന്ന് പറയുന്ന ഒരു CMS മിഷന്റെ ഒരു മിഷണറിയാണ് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇന്നും തുടരുന്ന ഏക പ്രസിദ്ധീകരണം അത് മാത്രമാണ്. മധ്യ കേരള ഡയോസിസ് എന്ന് പറയുന്ന CSI സഭയുടെ ഒരു ഡയോസിസ് ആണ് അതിന്റെ, ഇന്ന് പഴയ CMSന്റെ. അവര് ഇന്നും അത് അച്ചടിക്കുകയും അവരുടെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണം എന്ന നിലയിൽ തന്നെയാണ് അതിന് ഇന്ന് കാണുന്നത്. 1948-ലാണ് ആരംഭിക്കുന്നത്. അപ്പൊ അതിലും ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ജ്ഞാനനിക്ഷേപത്തിന്റെ ഒരു വിഷയം നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിൽ അച്ചടിക്കപ്പെട്ട മാറ്ററുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പൊ ടിപ്പു സുൽത്താനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ജീവചരിത്രം അച്ചടിക്കപ്പെടുന്നത് ജ്ഞാനനിക്ഷേപത്തിനകത്താണ് അച്ചടിക്കപ്പെടുന്നത്. 1850-കളുടെ അവസാനത്തോടുകൂടിയൊക്കെയാണ് അത് അച്ചടിക്കുക. ഏതാണ്ട് ഒരു 8-10 ലക്കങ്ങളിലായിട്ടാണ് ടിപ്പു സുൽത്താന്റെ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് അത് വരുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടിപ്പു സുൽത്താന്റെ ഒരു സ്പെല്ലിംഗ് അല്ല അതിന് വരുന്നത്. അപ്പൊ ആ രീതിക്ക് പുതിയ അതിലെല്ലാം പക്ഷെ ഒരു മുസ്ലിം വിമർശനമൊക്കെയാണ് ഇവർ മുൻപോട്ട് വെക്കുന്നതെങ്കിലും നമ്മൾ ഇതിനെ ഒരു വേറൊരു ആംഗിളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യരെ കൂടുതലായി പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ, എഴുത്തിന്റെയും വായനയുടെയും ലോകത്തെ കൂടുതൽ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിത്തോഗ്രഫി പ്രസ് മുണ്ടക്കയത്ത് പോലും ഇവർ ആരംഭിക്കുന്നതായിട്ട് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറയുന്ന ഒരു മിഷണറി ലിത്തോഗ്രഫി പ്രസ് ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സസ്യ ജന്തു വർണ്ണനം എന്ന രീതിയിൽ അവർ മൃഗചരിതം എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ആണ് ഈ കളറിൽ ആദ്യമായിട്ട് ചില ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിൽ ഉള്ളതിൽ ഒരു നമുക്കൊരു നമ്മുടെ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിലൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. ഓരോ സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതില് ഏതാണ്ട് 10-200-ഓളം മൃഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്. അതൊക്കെ കല്ലച്ചിൽ അടിക്കുകയും അത് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. പിന്നെ അതോടൊപ്പമാണ് നോവലുകളാണെങ്കിൽ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കണം. അവിടെ ഒരു ട്രാൻസ്ലേഷൻ ആണ് ആദ്യം കാണുന്നത്. ജോസഫ് വീറ്റ് എന്ന് പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഒരു അംഗമാണ്. അദ്ദേഹമാണ് ബംഗാളിൽ എഴുതപ്പെട്ട ഒരു നോവൽ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുന്നു. ഫുൽമോണി എന്നും പോരുണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന ഇതൊരു നോവൽ വരുന്നു. പിന്നീട് ഗാതഗോതം, പുല്ലേലി കുഞ്ചു എന്ന് തുടങ്ങി കുറേയധികം നോവലുകൾ ഇതേ ഒരു കോണ്ടക്സ്റ്റിൽ തന്നെ അച്ചടിക്കപ്പെടുന്നുണ്ട്. അപ്പം അച്ചടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവര് പല ആളുകൾക്കിടയിലേക്കാണ് വിതരണം ചെയ്യുന്നത്. അത് വിൽപ്പന എന്നുള്ളൊരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ വായന എങ്ങനെ മനുഷ്യരെ ഇവരുടെ ഒരു അനുയായികളാക്കി മാറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാണുന്നത്. അപ്പം ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവരോട് എതിർത്തുകൊണ്ടാണ് മറ്റു ചില
ഹിന്ദു മിഷൻ സംഘം പോലുള്ള മിഷൻ സംഘങ്ങളൊക്കെ കേരളത്തിലേക്കും മലബാറിലേക്കും ഒക്കെ വരുന്നു. അവരവരുടേതായിട്ടുള്ള ചില പ്രസിദ്ധീകരണങ്ങളും ട്രാക്റ്റുകളും ഒക്കെ അച്ചടിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ ഇതൊരു തരം ഒരു പുതിയൊരു ആശയ ലോകത്തെയും ഒരു ലോക കാഴ്ചപ്പാടിനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു മിഷണറിമാരുടെയും അല്ലെങ്കിൽ ഒരു കൊളോണിയൽ പീരീഡിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട ടെക്സ്റ്റുകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അത് പലപ്പോഴും നോവലുകൾ പോലും വായിച്ചിട്ട് ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണം ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പുല്ലേലിക്കുഞ്ചു പോലുള്ള ആർച്ച് ഡീക്കൻ കോശി എഴുതിയ പുല്ലേലിക്കുഞ്ചു പോലുള്ള നോവലുകൾ വായിച്ചിട്ട് അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റു പല പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന, അല്ലെങ്കിൽ മലബാറിന്റെ കാശിനെ സംബന്ധിച്ചുള്ള ആളുകൾ മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് സുകുമാരി പോലുള്ള ടെക്സ്റ്റുകൾ വായിച്ചിട്ട് മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മലയാളികളെ, ഈ മധ്യ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ ഇതൊരു മൊത്തത്തിൽ ഒരു വേറിട്ട ഒരു ലോകത്തെ നിർമ്മിച്ചു എടുക്കുന്നതായിട്ട് നമ്മൾ വളരെ കൃത്യമായി കാണുന്നുണ്ട്. കൃത്യമായ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല എങ്കിലും നമ്മൾ അതിനൊരു വിശാലാർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ പരിഗണിക്കുന്നത്. അപ്പൊ ഒരു പുസ്തകത്തിന്റെ ഒരു രൂപം, അല്ലെങ്കിൽ പുസ്തകത്തിനെ സംബന്ധിച്ച് ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നു, ട്രാക്റ്റുകളെ സംബന്ധിച്ചുള്ളത് വരുന്നു. മൊത്തത്തിൽ ആളുകളുടെ ഒരു എഴുത്ത്, വായന കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം കൂടെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇടം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രങ്ങളുടെ ഒരു ചരിത്രത്തിലേക്കാണ് ഇതിനെല്ലാം കൊണ്ട് എത്തിക്കുന്നത്. അതായത് ആളുകൾ ഡെയിലി വായിക്കണം എന്നുള്ളൊരു ആവശ്യത്തിലേക്കാണ് ഈ കാര്യം. മറ്റേത് സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളും അല്ലെങ്കിൽ ബൈബിൾ പോലുള്ള കാര്യങ്ങൾ മാറ്റമില്ലാത്ത ടെക്സ്റ്റുകൾ തന്നെയാണ്. പുതിയതായിട്ടുള്ള വാർത്തകൾ അവരുടേതായിട്ടുള്ള ചില മാസങ്ങളിലോ ആഴ്ചകളിലോ ഇറങ്ങുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ പത്രങ്ങൾ, ദിനപത്രം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യ സമയങ്ങളിൽ അവർ ആഴ്ചയിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കേവലമായി കൗതുകത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു വിനോദത്തിന് വേണ്ടിയുള്ള ഒരു വായനയല്ല നമുക്ക് ആവശ്യം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങുകയാണ്. വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ പോലും അച്ചടിക്കുകയും അത് നമ്മുടെ ആളുകൾ അറിയണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് മലയാളികളെ വരുന്നു. അങ്ങനെ നസ്രാണി ദീപികയുടെയും മനോരമയുടെയും ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ആ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പൊ മനോരമയുടെ ആദ്യ എഡിറ്റോറിയലൊക്കെ പരിശോധിച്ചാൽ പുലയരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഡിസ്കഷനൊക്കെയാണ് ആദ്യം മലയാള മനോരമയുടെ ആദ്യ എഡിറ്റോറിയൽ അവർ നടത്തുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജാതിയെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ആളുകൾ, ഇപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ പ്രത്യേകിച്ച് പുലയര് പോലുള്ള ആളുകളൊക്കെ ആദ്യമായി എഴുതുന്നത് നമ്മൾ കാണുന്ന ഈ മനോരമയുടെയൊക്കെ പത്രങ്ങളിലൊക്കെ എഴുതുന്നുണ്ട്. ഇസ്രായേൽ ആർജവം എന്ന് പറഞ്ഞ് പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഞാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു. പിന്നെ പുലയർ എന്ന് പറഞ്ഞ് ഒരു ലേഖനം അദ്ദേഹം ആ മനോരമയിൽ 1990-കളിൽ എഴുതുന്നതായിട്ട് കാണുന്നു. ഇതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച് കൊണ്ടിരുന്ന മലയാള മിത്രം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, ചർച്ച് മിഷൻ സൊസൈറ്റി. അപ്പൊ അതിലാണ് കൊർണലിയോസ് ഹട്ടൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു പുലയ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ആദ്യമായിട്ട് അതിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതൊക്കെ കേവലം ഒരു പേജൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ കാണുന്നത്, കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, നാളതുവരെ എഴുത്തധികാരത്തിന് പുറത്തായിരുന്ന മനുഷ്യർ എഴുതാനും പറയാനും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ അവർ നേരിട്ട് പറയുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അതിനുശേഷം 20-ാം നൂറ്റാണ്ടിൽ കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ റോബിൻ ജെഫ്രിയൊക്കെ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് പോലുള്ള ടെക്സ്റ്റിന്റെ അത് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വായനയുടെ ഒരു സാക്ഷരതാ നിരക്ക് ബോംബെയും ഡൽഹിയും ഒക്കെ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് വരുന്നത് തിരുവിതാംകൂർ ആയിരുന്നു. തിരുവിതാംകൂറിന് ഏതൊരു ഗ്രാമത്തിൽ പോയാലും ഒരു 5 പേരിൽ ഒരാൾക്ക് വായിക്കാൻ അറിയാവുന്നവരാണെന്നും, അല്ലെങ്കിൽ ഏതൊരു ഗ്രാമത്തിന്റെ ചായക്കടയിലും ഇരുന്ന് പത്രം വായിക്കാൻ ശേഷിയുള്ള ഒരു മലയാളിയെ നിങ്ങൾ കാണുമെന്നൊക്കെയുള്ള വാർത്താ കുറിപ്പുകളൊക്കെ ആ സമയങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളെ പിന്നീട് ഒരു സാക്ഷരതയുടെ ഒരു വേറൊരു ഹിസ്റ്ററിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത്. ഈ കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും മറ്റു പല മിഷൻ സംഘങ്ങളും കൊളോണിയലിസവും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും കേരളം എന്ന് പറയുന്ന പ്രദേശത്തിന് വേറൊരു ഹിസ്റ്ററിയാണ് പറയാനുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് 20-ാം നൂറ്റാണ്ട് തുടക്കം മുതൽ തന്നെ എഴുത്തിലേക്കും വായനയിലേക്കും കടന്ന മനുഷ്യന്മാരാണ്. അത് എല്ലാ ജാതിയിൽ നിന്നുമുള്ള ആളുകളും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പിന്നീട് വരുന്ന പല പ്രസിദ്ധീകരണം, ഇപ്പൊ ദളിതനായിട്ടുള്ള അയ്യങ്കാളിയൊക്കെ പ്രസിദ്ധീകരിക്കണം, സാധുജന പരിപാലന പോലുള്ള പ്രസിദ്ധീകരണം 1916 അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സംസ്കാരം ഒരു പ്രത്യേക രീതിയിലാണ് നമുക്കറിയാം ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനമായ ഒരു കൊളോണിയലിസം അല്ലെങ്കിൽ അതിന്റെ ഒരു കൊളോണിയൽ മോഡേണിറ്റി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മിഷണറി മോഡേണിറ്റി എന്നുള്ള ഒരു സംജ്ഞയൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാമൂഹ്യ ശാസ്ത്ര ഇതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒരു പുതിയ ആശയലോകവും നമുക്കും സ്വന്തമായിട്ട് പ്രസിദ്ധീകരിക്കണം, എഴുതണം, വായിക്കണം, നമ്മുടെ ആളുകളെ ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് പ്രസ് നമുക്ക് നിർബന്ധമാണ് എന്നൊരു ഒരു ആശയ ലോകം നമ്മൾ 19-ാം നൂറ്റാണ്ടോട് മുതലാണ് നമുക്കിടയിൽ ഉണ്ടായി വരുന്നത്.